Hello friends, welcome back to our channel. അപ്പോൾ അത് ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായുടെ സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ സിംഗ് ആണ്. 2008 മോഡൽ വാഹനമാണ്. 2028 വരെ പേപ്പറൊക്കെ ഉള്ള വാഹനമാണ്. 89,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴേ നല്ല പ്രോപ്പർ ബോഡി ഷേപ്പുള്ള ഒരു വാഹനമാണോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വശം നോക്കുമ്പോഴായാലും ഹെഡ്ലൈറ്റ് ഈ സൈഡിൽ കുറച്ച് മങ്ങിയിട്ടുണ്ടെന്ന് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. നല്ല ഷേപ്പിൽ തന്നെയാണുള്ളത്. സാൻഡ്രോനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നല്ല ഷേപ്പുള്ള വാഹനമാണല്ലോ. ഈ ന്യൂ ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഫോഗ് ലാമ്പിലെ പ്രൊവിഷനൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലേക്ക് പോവാം. ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഒന്നുകൊണ്ട് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇതിലും ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ നല്ലൊരു ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് വേറെ ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളൊന്നും തന്നെ പെൻഡിങ് ഇല്ല. പ്രോപ്പറായിട്ടുള്ളത് അല്ലേ. ഇതിന്റെ ടയർ നോക്കുമ്പോൾ അതിൽ ഓവറോൾ ഒരു 60 to 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ GLS വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മിറർ നോക്കുമ്പോഴായാലും അറിയാം ആ ഒരു പ്രീമിയം ടൈപ്പ് മിററാണ് വരെ. നോർമൽ തന്നെ ആ ഒരു വലിപ്പമുള്ള മിറർ അല്ല, അത്യാവശ്യം ഭംഗിയുള്ള ഒരു നീറ്റ് മിററാണ്. ഉള്ളിൽ നിന്ന് കൺട്രോൾ തന്നെ മിററാണ്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാട്ടോ. ഡോറൊക്കെ നല്ല വൈഡായിട്ട് തന്നെ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. സീറ്റിംഗ് ഹൈറ്റും ഉള്ള വാഹനമാണ്, വാഗണർ പോലെ തന്നെ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി കാണിച്ചു തരാം. കയറി ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്റീരിയർ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഈ കണ്ടിട്ട് ഇന്റീരിയർ വരുന്നത് നല്ല സ്റ്റീരിയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചിൽഡ് AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ 2 ഡോർ പവർ വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഡോർ പാഡും ഡാഷ്ബോർഡൊക്കെ നോക്കുമ്പോഴായാലും വേറെ മുഷില കാര്യങ്ങളും ഇല്ല. അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. അതുപോലെ ഇതിന്റെ സെന്റർ ലോക്ക് ആയാലും പ്രോപ്പർ വർക്കിംഗ് ആണ്. അതും പ്രീമിയം ടൈപ്പ് കീ ഒക്കെയാണ് വരുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ടോപ്പൊന്നും ഒരുപാട് മുഷിച്ചിട്ടോ കാര്യങ്ങളും ഇല്ല കേട്ടോ. പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ്. ബാക്ക് സൈഡിലേക്ക് പോവാം. ഇവിടെ ചെറിയ സ്പോയിലറെ കൊടുത്താൽ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കമ്പനി വരുന്ന കൊടുത്തിരുന്ന സ്പോയിലർ പോലത്തെ സ്പോയിലറാണ്. അതുപോലെ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ സാൻഡ്രോ സിംഗ് GLS എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിലും വേറെ ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ബൂട്ട് സ്പേസ് നോക്കുമ്പോഴേ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള വാഹനമുണ്ടോ. പിന്നെ ഇതിന്റെ കീ ഉണ്ടായാലും ഇതിന്റെ സെൻട്രൽ ലോക്കിന്റെ കീ ഒക്കെ ആയാലും പ്രീമിയം ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ. ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഈ സൈഡിലേക്ക് പോകുമ്പോഴായാലും ഇവിടെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ മേജറായിട്ടൊന്നും തന്നെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നില്ല. എല്ലാം തന്നെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സൺ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോർ ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ള വാഹനമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിനും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം വരുന്നത്. പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ്. ഈ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അബ്രോൺ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നല്ല ബോണറ്റിന്റെ പേസ്റ്റിങ്ങൾ നോക്കുമ്പോഴായാലും പ്രോപ്പറായിട്ടുള്ള പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പൊട്ടിച്ചിട്ടോ പണിതിട്ടോ ഇല്ല. അതുകൊണ്ട് ആക്സിഡന്റ് ഫ്രീ ആയി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.